ഇസ്രായേലും ഹമാസുമായുള്ള ദീർഘകാലത്തെ യുദ്ധം ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നതിന്റെ പടിക്കലാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നതിന്റെ ഒരു സൂചനയായി തങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണ് എന്ന് ഹമാസ് അറിയിച്ചിരിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും എന്നാൽ പകരമായി നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഹമാസ് ഇസ്രായേലിനോട് കേണപേക്ഷിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഹമാസ് നേതാവ് ഒരു നിബന്ധന കൂടെ മുന്നിലേക്ക് വച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജയിലുകളിൽ തടവിലാക്കപ്പെട്ട പലസ്തീൻ പൗരന്മാരെ മോചിപ്പിക്കുന്നതിന് പകരമായി എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഒരു മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. എല്ലാ ഇസ്രായേലി ബന്ദികളെയും ഞങ്ങൾ അതുകൊണ്ട് തന്നെ മോചിപ്പിക്കും. എന്തായാലും ഇനി ഒരു ഇടക്കാല കരാറും ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഹമാസ് നേതാവ് പറഞ്ഞത്. ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ടി വരും. യുദ്ധം ഉടനടി അവസാനിപ്പിക്കുക. ഗാസയിൽ യുദ്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഹമാസ് ഇസ്രായേലിനോട് പറയുന്നത്. എന്തായാലും ഹമാസ് നേതാവിന്റെ ഈ പ്രസ്താവന എത്രത്തോളം ഇസ്രായേൽ മുഖവിലേക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. ഇസ്രായേൽ ഈ കാര്യത്തിൽ വലിയ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടുമില്ല. എന്തായിരുന്നാലും അമേരിക്ക അടക്കം ഹമാസിൽ വലിയ രീതിയിലുള്ള ഗാസയിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്താൻ ഇസ്രായേലിനെ നിലവിൽ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഗാസ പിടിച്ചെടുത്തുകൊണ്ട് ഗാസയ്ക്ക് കുറുകെ ഒരു കനാൽ പണിയാനുള്ള വലിയ പദ്ധതിയാണ് ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളത്. കാരണം തൊട്ടപ്പുറത്തുള്ള സൂയസ് കനാൽ, ആ സൂയസ് കനാലിൽ വലിയ രീതിയിലുള്ള ചൈനയ്ക്ക് നിക്ഷേപം കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ കൗണ്ടർ ചെയ്യാൻ വേറൊരു കനാൽ അമേരിക്കയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഗാസ പിടിച്ചെടുത്ത് അവിടെ ഒരു കനാൽ പണിയാനാണ് അമേരിക്കയുടെ ആത്യന്തികമായിട്ടുള്ള തീരുമാനവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യവും എന്ന് പറയുന്നത്. അതുകൊണ്ട് അമേരിക്ക ഇതിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അമേരിക്കയ്ക്ക് എപ്പോഴും ഗാസയിൽ ഒരു യുദ്ധം വേണം, ഗാസ ഒഴിപ്പിച്ചെടുക്കണം. എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അദ്ദേഹത്തിന്റെ സർക്കാരും അവരുടെ രാഷ്ട്രീയ അജണ്ടയ്ക്കായി ഭാഗിക കരാറുകളിൽ ഏർപ്പെടുകയാണെന്നാണ് ഈ ഹമാസിന്റെ തീവ്രവാദികൾ പറയുന്നത്. ഇതുമൂലം ഗാസയിലെ പട്ടിണി സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോഴും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയാണ് ഇപ്പോൾ ഹമാസ്. വേറൊരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് അവിടെ നിന്നും പുറത്തു വന്നിട്ടുള്ള ഗാസയിലെ കുട്ടികൾ ഒരു കൂട്ടമരണത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. അവിടെ പോഷകാഹാരത്തിന്റെ വലിയ കുറവുണ്ട് അവിടെ കുട്ടികൾക്ക്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു മരണം ഉടനെ തന്നെ സംഭവിച്ചേക്കാം. അതിൻ്റെയൊക്കെ കൂടെ പശ്ചാത്തലത്തിലാണ് ഈ യുദ്ധം നിർത്തണം എന്ന് ഹമാസ് പറയുന്നത്. ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണ്, ബന്ദികളെല്ലാം മോചിപ്പിക്കാൻ തയ്യാറാണെന്നും ഹമാസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.